ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയാണ് കനാബിസ് സറ്റൈവ. കുറച്ചും കൂടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചില ഭാഗങ്ങളെ നമ്മൾ ഗഞ്ച, ചെരസ്, ബാങ് എന്നൊക്കെ പറയും. മെയിനായിട്ട് ഈ ചെടിക്ക് 2 വേരിയൻസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ വേരിയന്റിന് THC എന്ന് പറയുന്ന കെമിക്കൽ വളരെ അധികമാണ്. ഈ സെയിം കെമിക്കലാണ് നമുക്ക് കുറച്ചും കൂടി ഹൈ തരുന്നത്. ഈ THC കൂടുതലുള്ള പ്ലാന്റിനെയാണ് നമ്മൾ മെറിജുവാന എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേരിയന്റ് ആണ് ഹെമ്പ്. ഈ ഹെമ്പിൽ സാധാരണ THCയുടെ അളവ് വളരെ കുറവാണ്. ഏകദേശം 0.3% കുറവാണ് THCയുടെ അളവ്. ഈ THCക്ക് പകരം ഹെമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് CBD അല്ലെങ്കിൽ കനാബിഡിയോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ എൻഡോകനാബിനോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ ഉറക്കം, വേദന, മൂഡ്, പ്രതിരോധശേഷി, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഹെമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കെമിക്കൽ CBD ആണെന്ന് പറഞ്ഞല്ലോ. ഈ CBD നമ്മുടെ എൻഡോകനാബിനോയിഡ് സിസ്റ്റമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചേഴ്സ് ഒക്കെ CBDയിൽ നിന്ന് ആൻസൈറ്റി, ഇൻഫ്ലമേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള വേദനകൾ, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കിലാണ്. ഈ CBD വെച്ചിട്ടുള്ള അപസ്മാരത്തിനുള്ള മരുന്നുകളൊക്കെ ആദ്യമേ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ CBD ഒരു മാജിക് അല്ല. അതിന്റെ റിസൾട്ട് ഒരു ഡോസ്, ക്വാളിറ്റി, അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ അനുസരിച്ചിരിക്കും. ശരിക്കും ഈ ഹെമ്പ് മയക്കത്തിനുള്ളതല്ല. അതിലുപരി ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം. ശാസ്ത്രം ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.